സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന തീരെ പ്രാധാന്യമില്ലാത്ത രണ്ട് സെലക്ഷൻ ടൂളുകൾ കൂടി ഈ സെലക്ഷൻ ടൂളിൻ്റെ എന്താ പറയുക പ്ലെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ രണ്ടെണ്ണം താഴത്തെ കാണുന്ന സിംഗിൾ റോ മാർക്കി ടൂൾ എന്നതും അടുത്തത് സിംഗിൾ കോളം മാർക്കി ടൂൾ എന്നതുമാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിംഗിൾ റോ മാർക്കി ടൂൾ എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ നിര എന്നുള്ള അർത്ഥത്തിൽ വരി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പിക്സൽ കനത്തിൽ സെലക്ഷൻ കൊടുക്കുന്നതിനാണ് ഈ സിംഗിൾ റോ മാർക്കി ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു പിക്സൽ എന്നത് ഒരു ചോദ്യമാണ്. പിക്സൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ലൈൻ രൂപത്തിൽ വരയ്ക്കുന്നതിനാണ് ഈ ഇങ്ങനെ എന്താ പറയുക സിംഗിൾ റോ എന്ന് പറയുന്നത്. പിക്സൽ എന്ന് പറയുന്നത് പിക്ചർ എലമെന്റ് എന്ന അല്ലെങ്കിൽ പിക്ചർ സെൽ എന്നുള്ളതിന്റെ പിക്ചർ എലമെന്റ് എന്നുള്ളതിന്റെ ചുരുക്ക രൂപമാണ് പിക്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പിക്സലുകൾ ചേർന്നുകൊണ്ടാണ് ചിത്രം രൂപപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ലൈൻ പോലെ സെലക്ഷൻ ലഭിക്കുന്നതിനാണ് നമ്മൾ സിംഗിൾ റോ മാർക്കി ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ എത്തി ലെങ്ത്തിൽ, അതായത് ഇടത്തറ്റം മുതൽ വലത്തറ്റം വരെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എന്താ പറയുക സെലക്ഷൻ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ലൈനിന്റെ കനമാണ് ഉണ്ടായിരിക്കുക, വളരെ നേരിയ ഒരു ലൈനിന്റെ കനം ആണ് ഉണ്ടായിരിക്കുക. ഒരു പിക്സൽ കനം എന്നതാണ് ശരിക്ക് പറയേണ്ടത്. പക്ഷെ പിക്സൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആഡ് സെലക്ഷൻ എന്നുള്ള ഈ ഭാഗം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സെലക്ഷൻസ് ഇങ്ങനെ കൊടുക്കാം. മറ്റു മനസ്സിലാക്കേണ്ടത് ഇതല്ലാത്ത അല്ലെങ്കിൽ ഈ സെലക്ഷൻ നിലനിൽക്കുന്ന ഭാഗത്തായിരിക്കും എന്താ പറയുക ഇഫക്റ്റുകൾ വരുന്നത്. ഇപ്പോൾ ഇത്രയും സെലക്ഷൻ നിലനിൽക്കെ ഞാൻ കീബോർഡിൽ ഒരു ഡിലീറ്റ് കീ അമർത്തി. ഡിലീറ്റ് കീ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാണുന്നത്. ഇനി സെലക്ഷൻ ഒഴിവാക്കാനായിട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്തു. അപ്പോൾ ആ ചിത്രങ്ങൾക്ക് മുകളിലൂടെ ഒരു വെളുത്ത വര വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് കാണുന്നതിന് കാരണം, വെളുത്ത വരയാവാൻ കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് വെളുത്തത. ഇനി അടുത്തത് അതേപോലെ തന്നെ ഒരു കോളം ആയിട്ട് ഒരു കോളം റോ ആയിട്ട് ഒരു കോളത്തിന്റെ പിക്സലായിട്ട് സെലക്ഷൻ സ്വീകരിക്കുന്നതിനാണ് നമ്മളുടെ ഈ സെലക്ഷൻ ടൂളിന്റെ എന്താ പറയുക സിംഗിൾ കോളം മാർക്കി ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സ്വീകരിച്ചതിന് വിപരീതമായിട്ട് ഇത് വെർട്ടിക്കൽ ആയിട്ടാണ്, അതായത് ലംബമായിട്ടാണ് സെലക്ഷൻ സ്വീകരിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ടു സെലക്ഷൻ എന്നുള്ളത് സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ലൈനുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പിക്സലിന്റെ കനത്തിലാണ് സെലക്ഷൻ പോയിരിക്കുന്നത്. പിക്സൽ കാണുന്നതിന്, പിക്സലിലാണ് സെലക്ഷൻ പോയിരിക്കുന്നതെന്ന് കാണുന്നതിന് ഇവിടെ സൂം ടൂള് ക്ലിക്ക് ചെയ്യാം. കാണുന്നതിന് സൂം ടൂള് ക്ലിക്ക് ചെയ്തതിനു ശേഷം ടൂൾ എടുക്കുന്നതിന് കീബോർഡിൽ Z എന്നടിച്ചാൽ മതി. ഇതിനുശേഷം ചിത്രം നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആ മൗസ് പോയിന്റർ വെച്ചതിന് ശേഷം അങ്ങനെ അമർത്തി പിടിക്കുക. അപ്പോൾ അത് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ വരും. കുറെ സൂം ചെയ്ത് വരുമ്പോൾ ഓരോ എന്താ പറയുക ഓരോ കഷ്ണം ആയിട്ടുള്ള സംഗതികളായിട്ട് കാണാൻ പറ്റും. കണ്ടോ? വീണ്ടും അടുപ്പിക്കുമ്പോൾ ഓരോ കള്ളികളിലായിട്ട് ചിത്രത്തിന്റെ കളറുകൾ അടക്കിയിരിക്കുന്നതായിട്ട് കാണാം. വളരെയധികം ഏറ്റവും അടുത്ത സൂം ലെവലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത സൂം ലെവൽ എന്ന് പറഞ്ഞാൽ 3200% ചിത്രം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ആ സെലക്ഷൻ നിൽക്കുന്നത് ഒരു കോളത്തെയാണ്, ഒരു നിരയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെലക്ഷൻ നിലനിൽക്കുന്നത് അർത്ഥം. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ കോളം മാർക്കി ടൂൾ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി സെലക്ഷൻ എവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിംഗിൾ കോളത്തെ മാത്രമാണ് സെലക്ഷനിൽ സ്വീകരിക്കുന്നത്. ഇനി അടുത്തത് സിംഗിൾ റോവിനെ ഈ സമയത്ത് സാന്ദർഭികമായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഒരു റോവൻ മാത്രമാണ് ഇങ്ങനെയാണ് സെലക്ഷൻ സ്വീകരിക്കുന്നത്. ഇത് ധാരാളമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതിന്റെ ക്ലാസ് വരുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് പിക്സൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പിക്സലിനെ കുറിച്ച് വിശദമായിട്ട് മറ്റൊരു കാലത്തിൽ പറയുന്നുണ്ട്, ആവശ്യമായിട്ട് പഠിക്കേണ്ടതാണത്. അപ്പോൾ പിക്സൽ എന്ന് പറഞ്ഞാൽ ചിത്രം രൂപപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന ഈ ചെറിയ ചെറിയ കള്ളികളാണ്. ഈ ചെറിയ ചെറിയ കള്ളികൾ നമ്മൾ കാണില്ല, വളരെയധികം സൂം ചെയ്താൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ചിത്രത്തിന്റെ 3200, അതായത് 32 ഇരട്ടി വലുതാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ പിക്സൽ കാണാനായിട്ട് സാധ്യമാവുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ കാണില്ല. ഇനി ഞാൻ ആക്ച്വൽ പിക്സലിലേക്ക്, അതായത് 100%ത്തിലേക്ക് കൊണ്ടുവരാം. ഇതിനായിട്ട് നമ്മളിവിടെ വ്യൂ മെനുവിൽ ആക്ച്വൽ പിക്സൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇതിൽ Ctrl+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മതി. കീബോർഡിൽ Ctrl+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ പിക്സൽസിലേക്ക് വരും കേട്ടോ. ഇപ്പൊ നമുക്ക് ചിത്രം കൃത്യമായി വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ചിത്രം സൂം ലെവൽ കൂടുന്തോറും ചിത്രം അവ്യക്തമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. അതിന് കാരണം പിക്സൽ ആണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇത്രയാണ് സെലക്ഷൻ ടൂളിലെ ആ ഫ്ലെയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് സെലക്ഷനിലെ മറ്റു 1-2 കാര്യങ്ങൾ കൂടി പഠിക്കാം.